ഹായ് ഹലോ വെൽക്കം ടു യുവർ ചാനൽ. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖകരമായ ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ ധാരാളം പേര് മരിക്കുകയും വീട് നഷ്ടപ്പെടുകയും ഉറ്റവർ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത വളരെയധികം വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ഒരു സമയത്താണ് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദുരിതം വന്നു, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കടന്നുകയറ്റത്തിൻ്റെ ഫലമായിട്ടാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അടിക്കടി നമ്മുടെ കേരളത്തിന് ഇത്രയധികം ദുരന്തങ്ങൾ ലഭിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയധികം പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാകുമ്പോഴാണ് നമ്മൾ പ്രകൃതിക്കുണ്ടായ മാറ്റം എത്രത്തോളമാണെന്ന് ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യാഘാത ഫലമായാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതെന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മളതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എന്താണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ സംഭവിച്ചതെന്നും ഇനിയും നമുക്ക് ഇതുപോലുള്ള ദുരിതങ്ങൾ തടയാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമുക്കിനി നോക്കാം. അപ്പോൾ മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം ഇത് വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. പശ്ചിമഘട്ടം എന്താണെന്നും അതിൻ്റെ സവിശേഷതയും പ്രാധാന്യമൊക്കെ നമുക്ക് നല്ലോണം അറിയാം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെങ്കുത്തായ മലനിര, ഇടതൂർന്ന നിത്യഹരിത വനങ്ങൾ, ലോകത്തിലെ തന്നെ ജൈവവൈവിധ്യ പ്രധാനമായ 10 കേന്ദ്രങ്ങളിലൊന്നാണ് നമ്മുടെ പശ്ചിമഘട്ടം. ഈ ജൈവവൈവിധ്യ മേഖലക്ക് അതിൻ്റെ ജൈവവൈവിധ്യ പ്രാമുഖ്യം കൊണ്ട് തന്നെ മഹാവൈവിധ്യ പ്രദേശം എന്ന ഒരു ബഹുമതി ലഭിച്ചിട്ടുണ്ട്. അത്യപൂർവ സസ്യങ്ങളുടെ ആവാസ കേന്ദ്രമാണ് പശ്ചിമഘട്ടം. 9216 അപൂർവ സസ്യവർഗ്ഗങ്ങളും സസ്തനികളും 508 തരം പക്ഷിവർഗ്ഗങ്ങൾ, 179 തരം ഉഭയജീവികൾ, 290 തരം ശുദ്ധ മത്സ്യങ്ങൾ, അവരുടെയൊക്കെ ആവാസ മേഖല കൂടിയാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിൽ 1920-നും 1990-നും ഇടയിൽ അബൌട്ട് 40% സസ്യങ്ങൾ ഇല്ലാതായി. അപ്പോൾ ഇത്രയും ഒരു ഗൗരവമായ പ്രശ്നം നടക്കുമ്പോൾ, അതായത് പശ്ചിമഘട്ടം ഇത്രയും വലിയൊരു വെല്ലുവിളി നേരിടുന്നു എന്ന് മനസ്സിലാക്കിയ ഹരിത ട്രൈബ്യൂണൽ വിഷയത്തിൽ ഇടപെടുകയും ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തെ പറ്റി പഠിക്കാനായിട്ട് 2010 ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച ഈ വിദഗ്ധ സമിതിയുടെ പേര് വെസ്റ്റേൺ ഘട്ട് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ എന്നാണ്. അതായത് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി. ബട്ട് നമുക്ക് ഈ സമിതി അറിയാവുന്നത് അതിൻ്റെ അധ്യക്ഷനായിരുന്ന മാധവ് ഗാഡ്ഗിലിൻ്റെ പേരിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നാണ്. 14 പേരടങ്ങിയ ഈ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ അധ്യക്ഷനായിരുന്നു ഞാൻ പറഞ്ഞ പോലെ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. ഇവർ ഈ റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഒബ്സർവ് ചെയ്ത് പശ്ചിമഘട്ടം നേരിടുന്ന പ്രശ്നം എന്താണ്, അതിനെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നൊക്കെ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. ഈ റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് 2011 ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുകയാണ്. ബട്ട് ഈ റിപ്പോർട്ട് ഗവൺമെൻറ് പുറത്തുവിടുന്നില്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്, പശ്ചിമഘട്ടത്തെ പറ്റി പഠിച്ച് ഒബ്സർവ് ചെയ്ത് അവർ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ അത് പബ്ലിക്കിന് അവൈലബിൾ ആയിരുന്നില്ല. കാരണം ഇതിനെപ്പറ്റി ഒന്നും തന്നെ ഗവൺമെൻറ് പുറത്തുവിട്ടില്ല. പിന്നീട് വിവരാവകാശ നിയമം, നമ്മുടെ RT ആക്ട് വഴി ആൾക്കാർ കൊടുത്ത അപേക്ഷയുടെയൊക്കെ ഫലമായിട്ടാണ് ഡൽഹി കോർട്ട് നമുക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടി പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള, അതായത് നമ്മൾ ജനങ്ങൾക്ക് ഈ റിപ്പോർട്ടിനെ പറ്റി അറിയുന്നതും എന്താണ് ഇതിൽ എന്ന് നമുക്ക് വ്യക്തമാവുന്നത്. 522 പേജ് ഉണ്ടായിരുന്നു ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഈ റിപ്പോർട്ടുകൾക്ക്. ഇതിൽ പറയുന്നുണ്ട് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലാണ് ലോല പ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ, അതായത് പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറഞ്ഞ ഒരു ടേം ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ലോലമായ പ്രദേശം, അവിടെ ഭൂമിക്ക് അധികം താങ്ങാനുള്ള കരുത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടം അങ്ങനെയുള്ള ഒരു ഏരിയ ആണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ നമ്മുടെ പശ്ചിമഘട്ടത്തെ 3 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. സോൺ 1, സോൺ 2, സോൺ 3 എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ സോൺ 1 എന്ന് പറഞ്ഞാൽ കൂടുതൽ സംരക്ഷണം ആവശ്യമുള്ള മേഖലയാണ്. സോൺ 2 എന്ന് പറഞ്ഞാൽ സോൺ 1നെ അപേക്ഷിച്ച് സംരക്ഷണം കുറവ്. സോൺ 3 1ഉം 2നെ അപേക്ഷിച്ച് സംരക്ഷണം കുറവുള്ള മേഖല സോൺ 3. അപ്പോൾ സോൺ 1ഉം 2ഉം ആണ് കൂടുതൽ പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ സോൺ 1ൽ തന്നെ 64% ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അത്രയും ഏരിയാസ് പരിസ്ഥിതി ലോലമാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ ചെയ്യാം, ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെല്ലാം നിയന്ത്രണങ്ങൾ ഇവിടെ ചെയ്യണം,
എന്നൊക്കെയാണ് ഈ ഗാർഗിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഖനനം പാടില്ല എന്ന് പറയുന്നുണ്ട്. സോൺ 1 ഒരു രീതിയിലുള്ള ഖനനവും പാടില്ല. അപ്പോൾ ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 5 വർഷത്തിനുള്ളിൽ ക്ലോസ് ചെയ്യണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പശ്ചിമഘട്ടത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. അത് ഉപയോഗിക്കണമെങ്കിൽ തന്നെ നമ്മളത് ഇയേഴ്സ് എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ പോകെ നമ്മൾ ആ പ്ലാസ്റ്റിക് നിരോധനം നടത്തിക്കൊണ്ടുവരണം. പിന്നെ മണൽ വാരലും പാറ പൊട്ടിക്കലിനും ഒക്കെ നിയന്ത്രണം കൊണ്ടുവരണം. സോൺ 1 സോൺ 2 യാതൊരു തരത്തിലുള്ള പൊല്യൂഷൻ ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കാൻ പാടില്ല. അതായത് മലിനീകരണം നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഖനനത്തിൽ പറയുന്നത് പോലെ തന്നെ 5 ഇയേഴ്സിൽ അത് ക്ലോസ് ചെയ്യണം തന്നെ ഇല്ല. അതായത് അത് 0% മലിനീകരണത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സോൺ 1 സോൺ 2 വലിയ ഡാമും ജലവൈദ്യുത പദ്ധതികളും പണിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സോൺ 1 സോൺ 2 താപവൈദ്യുത നിലയങ്ങൾ പാടില്ല, റെയിൽവേ പാടില്ല, വലിയ ഹൈവേ പാടില്ല. സാധാരണ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് പണിയാമെങ്കിലും വലിയ രീതിയിലുള്ള ഹൈവേസും റെയിൽ പാളങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സോൺ 1 സോൺ 2 പണിയാൻ പാടില്ല എന്നാണ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഈ റിപ്പോർട്ട് അലർട്ട് ചെയ്യുന്നത് അതായത് വലിയ ആൾക്കാരെ നമ്മുടെ ഗവൺമെൻറ്റിനൊക്കെയാണ്. ഇത് സാധാരണക്കാരിൽ എങ്ങനെയാണ് പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുന്നതാക്കി നിറച്ചതെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ആദ്യം തന്നെ ഈ റിപ്പോർട്ട് തെറ്റിദ്ധരിച്ചത് മാത്രമല്ല ഒരു വ്യാജ പ്രചരണമാണ് ഈ റിപ്പോർട്ടിനെതിരെ വലിയ ആൾക്കാരാണെങ്കിലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സാധാരണക്കാരായ ജനങ്ങൾ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ. ജനിതക മാറ്റം വരുത്തുന്ന വിളകൾ കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പശ്ചിമഘട്ടത്തിൽ. അതായത് ജൈവ വൈവിധ്യത്തിന് ദോഷകരമായ രീതിയിലുള്ള കൃഷി രീതിയാണത്, ജനിതക മാറ്റം വരുത്തുന്ന വിളകൾ. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൃഷിഭൂമി കൃഷിയേതര ഭൂമിയാക്കരുത്. അതായത് ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമി കൃഷിഭൂമിയായിട്ട് തന്നെ നിലനിർത്തണം. വനഭൂമി കൃഷിഭൂമിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വനഭൂമി ആയിരിക്കുന്നത് മേഖലയിൽ കൊണ്ടേ കൃഷി ചെയ്യരുത്, കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല കൃഷിയേതര മേഖലയായിട്ട് മാറ്റരുതെന്നും പറയുന്നുണ്ട്. അപ്പോൾ കൃഷിഭൂമിയായിട്ടും വനഭൂമിയായിട്ടും നിലനിർത്തുകയെന്ന് ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നുണ്ട്. 30 ഡിഗ്രിക്ക് മേൽ സ്ലോപ്പുള്ള മേഖലകളിൽ വർഷാവർഷം കൃഷി ചെയ്യരുത്. അതായത് അവിടെ നീണ്ടു നിൽക്കുന്ന ഒരു കൃഷി ചെയ്യുന്ന ഒരു മെത്തേഡ് വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ യൂക്കാലിപ്സ് മരങ്ങൾ കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. രാസവളം ഉപയോഗിക്കരുത്. കാരണം ഈ രാസവളം ഉപയോഗിക്കുന്നതൊക്കെ വളരെ ജൈവവൈവിധ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനിടയാക്കും. അതുകൊണ്ട് രാസവളം ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെയുള്ള കെട്ടിട നിർമ്മാണം അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണമായിരിക്കണം. കാരണം ഈ സിമെൻറ്റും ഇതൊക്കെ അധികം അങ്ങോട്ട് ഉപയോഗിക്കാതെ ആ ഒരു മേഖലകളിൽ ഏത് രീതിയിലുള്ളൊരു കെട്ടിടമാണ് നിർമ്മിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിക്കാം എന്ന് പ്രത്യേക രീതിയിലിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഗാർഗിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ കൊടുത്ത ഒരു റിപ്പോർട്ടാണ്. അതിന് 522 പേജസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊരു പക്ഷേ എന്താ പറയുക അതിനെപ്പറ്റി മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അതാത് ഗവൺമെൻറ് അത് അവരുടെ ലോക്കൽ ലാംഗ്വേജിലാക്കിയിട്ട് സാധാരണ ജനങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പബ്ലിഷ് ചെയ്ത് കൊടുത്താൽ മാത്രമേ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിലെന്താണുള്ളതെന്നും അതിൻ്റെ ആ ഒരു റിപ്പോർട്ടിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. റിപ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് കൂടുതലും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് സാധാരണക്കാരെയല്ല, കൂടുതലും അത് ബാധിക്കുന്നത് ഇതുപോലെ തന്നെ വലിയ ആൾക്കാരെയും ഇൻഡസ്ട്രീസൊക്കെ നടത്തുന്നവരെയാണ്. അപ്പോൾ അവർ സാധാരണക്കാർക്കിടയിൽ ഒരു വ്യാജ വാർത്ത കൊണ്ടുവന്ന് പ്രതിഷേധത്തിന് വെക്കുകയാണ് പിന്നെ ഉണ്ടായത്. അതായത് സാധാരണക്കാരോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. കാരണം ഇത് ഈ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ വാസസ്ഥലം നഷ്ടമാകും, ഇവിടെ വീട് വെക്കാൻ പാടില്ല, കൃഷി ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്കത് വായിച്ചു തന്നെ മനസ്സിലാക്കും. അങ്ങനെ ഈ ഒരു മലയോര മേഖലയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഒന്നടക്കം ഈ ഒരു റിപ്പോർട്ടിനെ എതിർക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാനുണ്ടായിരുന്നത്. ഭയങ്കര പ്രതിഷേധമായിരുന്നു ഈ ഒരു റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ ഉണ്ടായിരുന്നത്. കാരണം ആ ഒരു ഏരിയയിലുള്ള ജനങ്ങൾക്ക് അത്ര വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. കാരണം അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ ഇടയിലോട്ട് ഇവരിങ്ങനൊരു ഇത് വെച്ച് ജനങ്ങൾ മൊത്തം ഇതിനെതിരെ തിരിയുന്നതാണ്. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞത് ആ മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പറയുന്നുണ്ട്. ഈ പശ്ചിമഘട്ടത്തെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അത് വളരെ അധികം നമുക്ക് എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഓരോ ദുരിതം നടക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ റിപ്പോർട്ട് നടപ്പാക്കാൻ യാതൊരുവിധ തരത്തിലുള്ള ഇതും ജനങ്ങളും പിന്നെ ഗവൺമെൻറ്റും ഒന്നും ഇല്ല എന്ന് കണ്ടപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ ഗാർഗിൽ റിപ്പോർട്ട് പഠിച്ച് വേറെ ഒരു റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. അതിൻ്റെ അധ്യക്ഷനായിരുന്നു കസ്തൂരി രംഗൻ.
അതാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടെന്ന് നമ്മൾ അറിയപ്പെടുന്ന ആ ഒരു റിപ്പോർട്ട്. ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് ഡയറക്റ്റ് പഠിച്ചെടുത്ത ഒരു റിപ്പോർട്ട് ആയിരുന്നില്ല. ഗാഡ്ഗിൽ റിപ്പോർട്ട് വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് അവർ ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് ഏതാണ്ടൊക്കെ അതിൽ എന്താ പറയുക കുറേയൊക്കെ ചേർത്തിട്ടുള്ളതും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിവെക്കാത്ത രീതിയിലുള്ളതായിരുന്നു കസ്തൂരി രംഗൻ റിപ്പോർട്ട്. അതിൽ നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞ 100% പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളൊക്കെ ഇവരൊരു 37% ആക്കിയിട്ട് ഈ റിപ്പോർട്ടിൽ കാണിച്ചു. അതിൽ കുറേ അയവും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. സോൺ 1ലും സോൺ 2വിലൊക്കെ എന്തൊക്കെ പണിയാം ഇതൊക്കെ പണിയാൻ പറ്റില്ല എന്ന് അതിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഗാഡ്ഗിൽ റിപ്പോർട്ട് പോലെ ആയിരുന്നില്ല. കാരണം അതിൽ കുറേ അയവും കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൽ പണിയാം, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പരിസ്ഥിതി ലോല പ്രദേശമൊന്നും 37% ഉള്ളൂ, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ഈ ഒരു റിപ്പോർട്ട് വന്നത്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം നമുക്ക് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ കാമ്പ് എന്താ എന്നതായിരുന്നു നമുക്ക് അറിയേണ്ടിയിരുന്ന ആവശ്യം. അപ്പോൾ ഇത്രയധികം അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് പശ്ചിമഘട്ടം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് ജനങ്ങളോ യാതൊരു വിധത്തിലുള്ള ഇനിഷ്യേറ്റീവും എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ടാണ് നമ്മുടെ കേരളം ഇങ്ങനെ അടിക്കടി ഓരോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോയപ്പോഴാണ് ഈ ഒരു റിപ്പോർട്ടിൽ എന്താണെന്നും അതിൻ്റെ വാസ്തുത എന്താണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് കൂടുതൽ ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ പശ്ചിമഘട്ടവും പ്രകൃതിയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് ഇനി ഒരു ദുരിതം ആർക്കും ഉണ്ടാകരുത്. കാരണം ഇത്ര വലിയൊരു ദുരിതം നമ്മൾ നേരിട്ട് കഴിഞ്ഞു. അതിൽ ധാരാളം നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചു. അതിനേക്കാളും കൂടുതൽ നമ്മുടെ മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും വലുത്. അപ്പോൾ കാലം തെളിയിച്ച പോലെ തന്നെ അദ്ദേഹം അന്ന് പറഞ്ഞതും ഈ റിപ്പോർട്ടുമായിരുന്നു ശരിയെന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് എങ്ങനെ ഇത് പ്രൊട്ടക്ട് ചെയ്യാം, ഇനി ഒരു ദുരന്തം കേരളം ഫേസ് ചെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ലക്ഷ്മി.